നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപടി കടുപ്പിച്ച സഭാ നേതൃത്വം. 4 വിമത വൈദികർക്കെതിരെ നടപടി. വൈദികരെ ചുമതലകളിൽ നിന്നും നീക്കി. ബസിലിക്കയിലെ അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ഫാദർ വർഗീസ് മണവാളന് പ്രീസ്റ്റ് ഹോമിലേക്ക് മാറാൻ നിർദ്ദേശം. ഇടവകകളുടെ ചുമതലയുണ്ടായിരുന്ന ഫാദർ ജോഷി വേഴപ്പറമ്പിൽ, ഫാദർ തോമസ് വാളൂക്കാരൻ, ഫാദർ ബെന്നി പാലാട്ടി എന്നിവർക്കെതിരെയും നടപടി. ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വിമതർക്കെതിരായ നടപടിക്ക് മുന്നോടിയായി ട്രൈബ്യൂണലും രൂപീകരിക്കും. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കെതിരായ നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്ന വിമത വിഭാഗം. നടപടി കോടതി അലക്ഷ്യമെന്ന് ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ. സഭാ നിയമങ്ങൾ വളച്ചൊടിക്കുന്നു, നീതി ലഭിക്കാത്തതുകൊണ്ടാണ് കോടതിയിൽ പോയതെന്നും ഫാദർ മുണ്ടാടൻ. എൻസിപിയിലെ മന്ത്രിമാറ്റ ചർച്ചകൾ അനിശ്ചിതത്വത്തിൽ. തോമസ് കെ തോമസിന് മന്ത്രിയാകാൻ താൻ എതിരല്ലെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ. താൻ തടസ്സം നിൽക്കില്ല, പക്ഷെ പാർട്ടിക്ക് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം വേണം. ശരത് പവാറുമായി തോമസ് കെ തോമസ് നടത്തിയത് സ്വകാര്യ സംഭാഷണമായിരുന്നെന്നും വിശദാംശം അറിയില്ലെന്നും ശശീന്ദ്രൻ. ശരത് പവാർ വിളിച്ചിട്ടാണ് ദില്ലിയിൽ പോയി അദ്ദേഹത്തെ കണ്ടതെന്ന് തോമസ് കെ തോമസ് MLA. മുഖ്യമന്ത്രിയെ ഉടൻ കാണും. മന്ത്രിമാറ്റത്തിൽ പാർട്ടി തീരുമാനം നടപ്പാകില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ലെന്നും തോമസ് കെ തോമസ്. മന്ത്രി ആരെന്ന് ദേശീയ നേതൃത്വം തീരുമാനിക്കും. അനാവശ്യ വിവാദങ്ങൾക്കില്ലെന്നും തോമസ് കെ തോമസ്. ദേശീയ തലത്തിലല്ല, സംസ്ഥാന LDFന് മുന്നിൽ വരേണ്ട വിഷയമാണ് NCP മന്ത്രിമാറ്റ ചർച്ചകളെന്ന ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ. എ കെ ശശീന്ദ്രൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന മന്ത്രിയാണ്. കോഴ ആരോപണത്തിൽ അഭിപ്രായം പറയുന്നില്ലെന്നും TP രാമകൃഷ്ണൻ. ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനത്തിന് 132.62 കോടി രൂപ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതിനെതിരെ ഹൈക്കോടതി. 2016-17 വർഷങ്ങളിലെ ദുരന്തങ്ങളുടെ എയർലിഫ്റ്റിംഗ് ചാർജുകൾ എന്തിനാണ് ഇപ്പോൾ കേന്ദ്രം ആവശ്യപ്പെടുന്നതെന്ന് കോടതി ചോദിച്ചു. വയനാട് ദുരന്തത്തിന് തൊട്ടു പിന്നാലെ കേന്ദ്രം ഇക്കാര്യം ആവശ്യപ്പെട്ടത് അത്ഭുതപ്പെടുത്തുന്നുവെന്ന് ഹൈക്കോടതി. MM ലോറൻസിന്റെ മൃതദേഹം വൈദ്യപഠനത്തിനായി മെഡിക്കൽ കോളേജിന് നൽകാമെന്ന് ഹൈക്കോടതി. മൃതദേഹം മതാചാരപ്രകാരം സംസ്കരിക്കാൻ വിട്ടു നൽകണമെന്ന പെൺമക്കളുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഏറ്റെടുത്ത നടപടി കോടതി ശരിവച്ചു. കോതമംഗലം കുട്ടമ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടതിന് പിന്നാലെ മേഖലയിൽ കിടങ്ങ് നിർമ്മാണം തുടരുന്നു. 8 കിലോമീറ്റർ ദൂരത്തിലാണ് കിടങ്ങ് നിർമ്മിക്കുന്നത്. ഫെൻസിംഗും വേഗത്തിലാക്കും. തെരുവ് വിളക്കുകൾ ഉടൻ സ്ഥാപിക്കും. കുട്ടമ്പുഴ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ വനം വകുപ്പിനെതിരെ കോതമംഗലം രൂപത. ജനങ്ങളെ ഉദ്യോഗസ്ഥർ ദ്രോഹിക്കുകയാണെന്ന് കോതമംഗലം രൂപത ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ. 27-ന് ചേരുന്ന യോഗത്തിൽ സമരത്തിന്റെ കാര്യത്തിൽ തീരുമാനമെന്നും ബിഷപ്പ്. തൃശൂർ പാലപ്പിള്ളിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പുലർച്ചെ 4 മണിക്കിറങ്ങിയ കാട്ടാന കൃഷിയിടങ്ങളിൽ നിലയുറപ്പിക്കുകയായിരുന്നു. രാവിലെ ടാപ്പിങ്ങിനെത്തിയ തോട്ടം തൊഴിലാളികൾ പടക്കം പൊട്ടിച്ചാണ് ആനയെ തുരത്തിയത്. അതിരപ്പിള്ളി ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. വെറ്റിലപ്പാറ 14-ലാണ് വീണ്ടും കാട്ടാന എത്തിയത്. കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മാനാടൻ വർഗീസ്, കൈതവളപ്പിൽ ശശി എന്നിവരുടെ കൃഷിയിടങ്ങളാണ് നശിപ്പിച്ചത്. തൃശൂർ പാലപ്പിള്ളി ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങി. പാലപ്പിള്ളി KFRIക്ക് സമീപമാണ് കടുവയെ കണ്ടത്. റോഡ് മുറിച്ച് കശുമാവിൻ തോട്ടത്തിലേക്ക് കടുവ കയറിയതായി പ്രദേശവാസികൾ പറയുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി. നിരീക്ഷണ ക്യാമറകളും കൂടും സ്ഥാപിക്കണമെന്നാണ് ആവശ്യം. ആലപ്പുഴയിൽ ഗുരുതര വൈകല്യങ്ങളുമായി ജനിച്ച കുട്ടിക്ക് സർക്കാർ സംരക്ഷണം തുടരുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കുട്ടിക്ക് സൗജന്യ ചികിത്സ നൽകുമെന്ന് നേരത്തെ വ്യക്തമാക്കിയതാണ്. മെഡിക്കൽ കോളേജിൽ നിന്ന് പണം ഈടാക്കിയതിൽ അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി. കേരളത്തിൽ നിന്നുള്ള ബയോമെഡിക്കൽ മാലിന്യം തിരുനെൽവേലിയിലെത്തിയത് പരിശോധിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. RCC രേഖകൾ പുറത്തുപോയതിലും അന്വേഷണം നടത്തും. മാലിന്യം സംസ്കരിക്കാൻ പണം അടയ്ക്കുന്നുണ്ട്. 2 ഏജൻസികൾക്കാണ് ഇതിന്റെ ചുമതലയെന്നും മന്ത്രി.
ഇന്നലെ ആത്മഹത്യ ചെയ്ത കോഴിക്കോട് മെഡിക്കൽ കോളേജ് നഴ്സിംഗ് വിദ്യാർത്ഥിനി ലക്ഷ്മി രാധാകൃഷ്ണന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മരണകാരണത്തെക്കുറിച്ച് വ്യക്തത ലഭിച്ചിട്ടില്ല. സഹപാഠികളുടെയും കുടുംബത്തിന്റെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി. ലക്ഷ്മിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്ത്. പഠിക്കാൻ സമർത്ഥയാണ് ലക്ഷ്മി. മെറിറ്റിൽ പ്രവേശനം കിട്ടിയ വിദ്യാർത്ഥിനി. പരീക്ഷാ കാര്യങ്ങൾ ഒരു തരത്തിലും മരണത്തിന് കാരണമല്ലെന്ന് ബന്ധുക്കൾ കമ്മീഷണർക്ക് പരാതി നൽകും. സമഗ്ര അന്വേഷണം വേണമെന്നും കുടുംബം. തിരുവനന്തപുരത്ത് ഗുണ്ടകളുടെ സാന്നിധ്യത്തിൽ തമ്മിലടിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഇന്നുണ്ടായേക്കും. സംഭവം അന്വേഷിച്ച ഇന്റലിജൻസ് എഡിജിപി ഡിജിപിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. 2 സർക്കിൾ ഇൻസ്പെക്ടർമാരാണ് തമ്മിലടിച്ചത്. ആന്ധ്രയിലെ തീവ്രവാദ കേസിലെ പ്രതി കാസർഗോഡ് പിടിയിൽ. പശ്ചിമബംഗാൾ സ്വദേശി ബി ഷാബ്ഷേഖാണ് അറസ്റ്റിലായത്. പടന്നക്കാട്ടെ ക്വാർട്ടേഴ്സിൽ നിന്നും NIA ആണ് പിടികൂടിയത്. ആസാമിൽ UAPA കേസിൽ പ്രതിയായതോടെയാണ് ഇയാൾ കേരളത്തിലേക്ക് കടന്നത്. പ്രതിയെ വൈകിട്ടോടെ ആസാമിലേക്ക് കൊണ്ടുപോകും. വയനാട്ടിൽ ആദിവാസിയെ റോഡിലൂടെ വലിച്ചിഴച്ച സംഭവത്തിൽ ഒളിവിലുള്ള 2 പ്രതികൾക്കായി തെരച്ചിൽ ഊർജിതം. വിഷ്ണു, നബീൽ എന്നിവരെയാണ് പിടികൂടാനുള്ളത്. ഇവർക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട്. വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. കേസിൽ അഭിരാം, മുഹമ്മദ് അർഷിദ് എന്നിവരെ പിടികൂടിയിരുന്നു. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് ചെമ്മാടൂരിലെ മാദനെ യുവാക്കൾ കാറിൽ കുടുക്കി റോഡിലൂടെ വലിച്ചിഴച്ചത്. പരിക്കേറ്റ മാദൻ ചികിത്സയിലാണ്. CPM ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി വഞ്ചിയൂരിൽ പൊതുവഴി തടഞ്ഞ് പന്തലിട്ടതിൽ കോടതിയലക്ഷ്യ നടപടി ആവശ്യപ്പെട്ട് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പൊതുസമ്മേളന വേദിയിൽ ഉണ്ടായിരുന്നവരെയും പ്രതി ചേർത്തോ എന്നത് ഉൾപ്പെടെയുള്ള ഹൈക്കോടതിയുടെ ചോദ്യങ്ങൾക്ക് പോലീസ് മറുപടി നൽകും. സെക്രട്ടേറിയറ്റ് നടയിൽ CPIയുടെ ഉദ്യോഗസ്ഥ സംഘടനയായ ജോയിന്റ് കൌൺസിൽ വഴി തടഞ്ഞ് നടത്തിയ സമരത്തിലും സർക്കാരും തിരുവനന്തപുരം കോർപ്പറേഷനും വിശദീകരണം നൽകും. പാതയോരങ്ങളിൽ നിന്ന് അനധികൃത ബാനറുകളും കൊടിയും നീക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഇതിനോടകം നീക്കാത്ത ഓരോ പോസ്റ്ററിനും ബോർഡിനും തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരിൽ നിന്ന് നാളെ മുതൽ പിഴ ഈടാക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശം. 5000 രൂപയാണ് പിഴത്തുക. ഹൈക്കോടതിയുടെ വിമർശനത്തോടെ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ തദ്ദേശ വകുപ്പും നിർബന്ധിതരായി. രാജ്ഭവൻ മാർച്ച് നടത്തി കോൺഗ്രസ്. മണിപ്പൂർ സംഘർഷം അവസാനിപ്പിക്കുക, ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു മാർച്ച്. അദാനിയുടെ കൊള്ളയ്ക്കെതിരെ കോൺഗ്രസിന് നോക്കി നിൽക്കാൻ സാധിക്കില്ലെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് KPCC അധ്യക്ഷൻ K സുധാകരൻ. പൊതുമേഖലാ സ്ഥാപനങ്ങളെ അടക്കം ഉൾപ്പെടുത്തിയാണ് കേന്ദ്രം അഴിമതിക്ക് കളമൊരുക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻ CEOയെ ഇന്ന് ചോദ്യം ചെയ്യും. ചോദ്യങ്ങൾ തയ്യാറാക്കിയ അധ്യാപകരിൽ നിന്നും മൊഴിയെടുക്കും. വിവാദങ്ങൾക്കിടെ യൂട്യൂബ് ചാനലിൽ പുതിയ ലൈവുമായി വീണ്ടും എത്തി CEO ഷുഹൈബ്. പത്തനംതിട്ട കോന്നിയിൽ വാഹനാപകടത്തിൽ മരിച്ച 4 പേരുടെയും സംസ്കാരം നാളെ നടക്കും. നവദമ്പതികളായ നിഖിൽ മത്തായി, അനു, നിഖിലിന്റെ പിതാവ് മത്തായി ഈപ്പൻ, അനുവിന്റെ പിതാവ് ബിജു ജോർജ് എന്നിവരുടെ മൃതദേഹങ്ങൾ രാവിലെ 8 മണിയോടെ കോന്നി പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിൽ പൊതുദർശനത്തിന് വെക്കും. ഉച്ചയ്ക്ക് 12 മണിക്കാണ് സംസ്കാര ചടങ്ങ്. കോഴിക്കോട് തിരുവമ്പാടിയിൽ ഓട്ടോ ഡ്രൈവർക്ക് യാത്രക്കാരന്റെ ക്രൂരമർദ്ദനം. പാമ്പിഴഞ്ഞപ്പാറ സ്വദേശി ഷാഹുൽ അമീദിനാണ് മർദ്ദനമേറ്റത്. തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം. കൂടരഞ്ഞിയിലേക്ക് ഒരാൾ ഓട്ടം വിളിച്ചു. അവിടെ എത്തിയപ്പോൾ തിരികെ പോകാമെന്ന് യാത്രക്കാരൻ പറഞ്ഞതായി ഷാഹുൽ അമീദ് പറയുന്നു. തുടർന്ന് ആളൊഴിഞ്ഞ ഇടത്ത് വെച്ച് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പരാതി. എറണാകുളത്ത് വിദ്യാർത്ഥികളും ബസ് ജീവനക്കാരും തമ്മിലുള്ള സംഘർഷത്തിൽ കേസെടുത്ത് പോലീസ്. എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തത്. എറണാകുളം ലോ കോളേജിലെ വിദ്യാർത്ഥികളും സ്വകാര്യ ബസ് ജീവനക്കാരും തമ്മിലാണ് സംഘർഷമുണ്ടായത്. വിദ്യാർത്ഥിനിയുടെ കാലിൽ ബസ് കയറിയത് ചോദ്യം ചെയ്തതിനെ തുടർന്നായിരുന്നു സംഘർഷം. മാർച്ചിൽ നടക്കുന്ന SSLC പരീക്ഷയുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. സമ്പൂർണ്ണ ലോഗിൻ വഴിയാണ് സ്കൂളിൽ നിന്നും രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചത്. ഡിസംബർ 31-ന് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കും.
ശബരിമലയിൽ ഇന്നു മുതൽ എരുമേലി കാനനപാത വഴി എത്തുന്ന ഭക്തർക്ക് വാവർ നടവഴി ദർശനത്തിന് സൗകര്യം. ഇന്ന് രാവിലെയും നല്ല തിരക്ക്. ഇന്നലെ 86,000-ഓളം ഭക്തർ ദർശനം നടത്തി. ശബരിമലയിൽ ഭക്തൻ കുഴഞ്ഞു വീണ് മരിച്ചു. കൊടൈക്കനാൽ സ്വദേശി ശരവണകുമാറാണ് മരിച്ചത്. 47 വയസ്സായിരുന്നു. പമ്പ ക്യൂ കോംപ്ലക്സിൽ വെച്ച് ഹൃദയാഘാതം ഉണ്ടാവുകയായിരുന്നു. ദേശീയ വാർത്തകൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ BR അംബേദ്കറെ അധിക്ഷേപിച്ചു എന്നാരോപിച്ച് പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. പാർലമെന്റിന്റെ ഇരുസഭകളും 2 മണിവരെ നിർത്തിവെച്ചു. പ്രതിപക്ഷം വില കുറഞ്ഞ തന്ത്രങ്ങൾ കളിക്കുകയാണെന്നായിരുന്നു BJPയുടെ ആരോപണം. കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള BJP MPമാർ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ വിട്ടുനിന്നത് വിവാദത്തിൽ. കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി, ജ്യോതിരാദിത്യ സിന്ധ്യ, ഗിരിരാജ് സിംഗ്, ജഗദാംബിക പാൽ, ശന്തനു ഠാക്കൂർ എന്നിവരാണ് വിട്ടുനിന്നത്. സംഭവത്തിൽ വിശദീകരണം തേടാൻ ഒരുങ്ങുകയാണ് പാർട്ടി. അലഹബാദ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിന്റെ പ്രസ്താവനയിൽ ആശങ്ക പ്രകടിപ്പിച്ച് സുപ്രീം കോടതി കൊളീജിയം. പ്രസംഗങ്ങളിൽ ജാഗ്രത പാലിക്കാനും ഭരണഘടനാ പദവിയുടെ അന്തസ്സ് നിലനിർത്താനും അദ്ദേഹത്തെ ഉപദേശിച്ചു. VHP പരിപാടിയിൽ നടത്തിയ പ്രസ്താവനയിൽ വിശദീകരണം നൽകാൻ ജഡ്ജി ഇന്നലെ സുപ്രീം കോടതി കൊളീജിയത്തിന് മുമ്പാകെ ഹാജരായി. കർഷക സമരത്തിന്റെ ഭാഗമായി കർഷകർ ട്രെയിൻ തടയുന്നു. പഞ്ചാബിലാണ് ട്രെയിൻ തടയുന്നത്. 12 മണിയോടെ ട്രെയിൻ തടയൽ സമരം തുടങ്ങി. ഇന്ത്യ ചൈനീസ് ഉഭയകക്ഷി ബന്ധം ചർച്ച ചെയ്യാൻ ഇരു രാജ്യങ്ങളുടെയും പ്രത്യേക പ്രതിനിധികൾ ഇന്ന് യോഗം ചേരും. ബീജിംഗിൽ നടക്കുന്ന യോഗത്തിൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പങ്കെടുക്കും. ഇന്ത്യ ചൈന അതിർത്തി പ്രശ്ന പരിഹാരത്തിനായുള്ള പ്രത്യേക പ്രതിനിധികളുടെ 23ാമത് യോഗമാണ് ഇന്ന് ബീജിംഗിൽ നടക്കുന്നത്. മാസപ്പടി കേസിൽ CMRL നൽകിയ ഹർജി ഇന്ന് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കും. ഹർജി SFIO രജിസ്റ്റർ ചെയ്ത കേസിനെതിരെ തീർപ്പാക്കിയ വിഷയങ്ങളിൽ മറ്റൊരു അന്വേഷണം നടത്തുന്നത് ചട്ടവിരുദ്ധമെന്ന് CMRL വാദം. ബിരുദ പ്രവേശനത്തിന് ഫൈൻ ആർട്സ് ക്വാട്ട ഏർപ്പെടുത്തി മദ്രാസ് IIT. രാജ്യത്ത് ആദ്യമായി സൗകര്യം ഏർപ്പെടുത്തുന്ന ആദ്യത്തെ IIT ആയി മദ്രാസ് IIT 2025-26 അക്കാദമിക് വർഷം മുതൽ ഫൈൻ ആർട്സ് ആൻഡ് കൾച്ചറൽ എക്സലൻസ് ക്വാട്ട നിലവിൽ വരും. പുഷ്പ 2 സിനിമയുടെ പ്രീമിയർ ഷോയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് പരിക്കേറ്റ കുട്ടിക്ക് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു. മരിച്ച രേവതിയുടെ മകൻ ശ്രീതേജ ഇപ്പോഴും വെന്റിലേറ്ററിലാണ്. ഇന്നലെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥർ ആശുപത്രിയിലെത്തി ഡോക്ടർമാരുമായി ചർച്ച നടത്തിയിരുന്നു. കേസിൽ സന്ധ്യ തിയേറ്റർ മാനേജ്മെന്റിന് ഹൈദരാബാദ് പോലീസ് നോട്ടീസ് നൽകി. മറുപടി തൃപ്തികരമല്ലെങ്കിൽ ലൈസൻസ് റദ്ദാക്കും. അടുത്ത വർഷം മുതൽ NCERT പാഠപുസ്തകങ്ങളുടെ വില കുറയുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. നിലവിൽ വർഷത്തിൽ 5 കോടി പാഠപുസ്തകങ്ങളാണ് കൌൺസിൽ അച്ചടിക്കുന്നത്. അടുത്ത വർഷം മുതൽ ശേഷി 15 കോടിയായി വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണെന്നും ധർമ്മേന്ദ്ര പ്രധാൻ. മഹാരാഷ്ട്രയിൽ 11 വയസ്സുകാരിയെ പീഡിപ്പിച്ചതിന് സ്വകാര്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അധ്യാപകൻ അറസ്റ്റിൽ. സ്കൂൾ കൌൺസിലറെ വിവരം അറിയിച്ചപ്പോഴാണ് അധികൃതർ സംഭവം അറിഞ്ഞത്. തുടർന്ന് രക്ഷിതാക്കളെയും പോലീസിനെയും വിവരം അറിയിച്ചു. അറസ്റ്റിലായ 39-കാരൻ ഇതിനു മുൻപും ഇത്തരം കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് വെളിപ്പെടുത്തി. ഇയാൾക്കെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തു. ഉത്തർപ്രദേശിൽ സെപ്റ്റിക് ടാങ്കിൽ വീണ് 2 കുട്ടികൾ മരിച്ചു. സോണഭദ്രയിലെ കേവൽ ഗ്രാമത്തിലാണ് അപകടം. കളിക്കുന്നതിനിടയിൽ സെപ്റ്റിക് ടാങ്കിന്റെ മേൽഭാഗം തകർന്ന ടാങ്കിലേക്ക് വീഴുകയായിരുന്നു. അങ്കിത്, സൗരവ് എന്നീ കുട്ടികളാണ് മരിച്ചത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ജമ്മുകാശ്മീരിലെ കത്വ ജില്ലയിൽ ഇന്നലെ വൈകിട്ടുണ്ടായ തീപിടുത്തത്തിൽ 2 കുട്ടികൾ ഉൾപ്പെടെ 6 പേർ മരിച്ചു. 4 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ കട്വ സർക്കാർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പുകയിൽ നിന്നുള്ള ശ്വാസമുട്ടലാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഷില്ലോങ്ങിൽ മയക്കുമരുന്ന് വിരുദ്ധ ടാസ്ക് ഫോഴ്സ് പോലീസ് സ്റ്റേഷൻ മേഘാലയ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. സാമൂഹികം, ആരോഗ്യം, ഇരകളുടെ പുനരധിവാസം തുടങ്ങിയവ കൈകാര്യം ചെയ്യും. മയക്കുമരുന്ന് കടത്ത് ഇല്ലാതാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നിരീക്ഷിക്കുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമുള്ള കേന്ദ്രമായിരിക്കും പോലീസ് സ്റ്റേഷൻ.
തുടർച്ചയായി ഉണ്ടാകുന്ന വ്യാജ ബോംബ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ വിമാന സുരക്ഷാ നിയമം പരിഷ്കരിച്ച് കേന്ദ്രം. ഏവിയേഷൻ മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ വ്യാജ ബോംബ് ഭീഷണികൾക്ക് 1 കോടി രൂപ വരെ നഷ്ടപരിഹാരം ഈടാക്കാം. വ്യക്തിക്കോ സംഘത്തിനോ വിമാനത്തിൽ പ്രവേശനം നിഷേധിക്കാനുള്ള അധികാരം ഡയറക്ടർ ജനറലിന് നൽകുന്ന വകുപ്പും പുതുതായി ഉൾപ്പെടുത്തി. അന്താരാഷ്ട്ര വാർത്തകൾ. കാനഡയിൽ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ രാജിക്ക് സമ്മർദ്ദം ശക്തമാകുന്നു. ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് ജഗ്മീത് സിംഗും രാജി ആവശ്യപ്പെട്ട് രംഗത്തെത്തി. രാജ്യത്തെ ഉയർന്ന ജീവിത ചെലവും നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ഭീഷണിയുമാണ് ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ഇപ്പോൾ വിനയാകുന്നത്. 3 വർഷം മുൻപ് ഇറാഖ് സന്ദർശനത്തിനിടെ തന്നെ വധിക്കാൻ ശ്രമമുണ്ടായെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വെളിപ്പെടുത്തൽ. 2021 ഇറാഖ് സന്ദർശനത്തിനിടെയായിരുന്നു വധശ്രമമുണ്ടായത്. മൊസൂളിൽ വെച്ച് സ്ഫോടക വസ്തുക്കൾ നിറച്ച ട്രക്കുമായി ഒരു വനിതാ ചാവേർ ആക്രമണത്തിന് ഒരുങ്ങുന്നതായി ബ്രിട്ടീഷ് ഇന്റലിജൻസ് വിവരം നൽകി. ഇറാഖി പോലീസ് ഇടപെട്ടാണ് അപകടം ഒഴിവായതെന്നും ലക്ഷ്യത്തിൽ എത്തും മുൻപ് ട്രക്ക് പൊട്ടിത്തെറിച്ചെന്നും മാർപ്പാപ്പ വെളിപ്പെടുത്തി. ജനുവരിയിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഹോപ്പ് എന്ന് പേരിട്ടിരിക്കുന്ന ആത്മകഥയിലാണ് പോപ്പിന്റെ വെളിപ്പെടുത്തൽ. സിറിയൻ അതിർത്തിയിലെ ബഫർ സോണിൽ നിന്ന് സൈന്യത്തെ തൽക്കാലം പിൻവലിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഗോലാൻ കുന്നുകളോട് ചേർന്ന ബഫർ സോണിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കണമെന്ന ആവശ്യം നെതന്യാഹു തള്ളി. ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന മറ്റൊരു ക്രമീകരണം വരുന്നതുവരെ സൈന്യത്തെ പിൻവലിക്കുന്ന കാര്യം ആലോചനയിലില്ലെന്നും നെതന്യാഹു. ക്യാൻസറിനെതിരായ വാക്സിൻ സ്വന്തമായി വികസിപ്പിച്ചെടുത്തെന്ന് പ്രഖ്യാപിച്ച റഷ്യൻ സർക്കാർ. അടുത്ത വർഷം രോഗികൾക്ക് സൗജന്യമായി വാക്സിൻ വിതരണം ചെയ്യുമെന്നും സർക്കാർ. റഷ്യൻ ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള റേഡിയോളജി മെഡിക്കൽ റിസർച്ച് സെന്ററിന്റെ ജനറൽ ഡയറക്ടർ ആൻഡ്രേ കാപ്രിനാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രാദേശിക വാർത്തകൾ. കണ്ണൂർ ലിറ്ററേച്ചർ ഫെസ്റ്റ് 2ാം പതിപ്പ് ഈ മാസം 20, 21, 22 തീയതികളിൽ ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ നടക്കും. ജവഹർ ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്ററാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. സംസ്കാരം, സ്ത്രീ, പരിസ്ഥിതി വിഷയങ്ങളിലാണ് ഫെസ്റ്റിവൽ ഈ വർഷം ഊന്നൽ നൽകുന്നത്. കോഴിക്കോട് നന്മണ്ടയിൽ 4 പേരെ കടിച്ച തെരുവ് നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. നായയെ ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പൂക്കോട് വെറ്റിനറി ആശുപത്രിയിൽ എത്തിച്ച ശേഷം നടത്തിയ പരിശോധനയിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ. തിരുവനന്തപുരം ചിറയൻകീഴിൽ വൻ ലഹരിവേട്ട. 200 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. ഒരാൾ അറസ്റ്റിലായി. അഴൂർ സ്വദേശി ശംഭു മോഹനാണ് പിടിയിലായത്. ഇടുക്കിയിൽ റവന്യൂ പുറമ്പോക്ക് ഭൂമിയിൽ വ്യാപക കയ്യേറ്റം. ശാന്തൻപാറ പുത്തടിയിലാണ് 2 ഏക്കറിലധികം ഭൂമി സ്വകാര്യ വ്യക്തികൾ കയ്യേറിയത്. ടൂറിസം പദ്ധതിക്കായി കണ്ടെത്തിയ ഭൂമിയിലാണ് കയ്യേറ്റം. റവന്യൂ വകുപ്പ് നടപടി തുടങ്ങി. ദി നെക്ടർ ഓഫ് ബുക്സ് പദ്ധതിക്ക് പട്ടാമ്പിയിൽ തുടക്കം. വായന പരിപോഷിപ്പിക്കാനാണ് ലക്ഷ്യം. വായനാശീലം വളർത്തിയെടുക്കുകയാണ് ലക്ഷ്യം. ഇതിനായി തെരഞ്ഞെടുത്ത സ്കൂളുകൾക്കും വായനശാലകൾക്കുമാണ് പുസ്തകങ്ങൾ നൽകിയത്. MLA ഫണ്ടിൽ നിന്നാണ് പദ്ധതിക്കായി തുക കണ്ടെത്തുന്നത്. കായിക വാർത്തകൾ. ഗാബ ടെസ്റ്റ് സമനിലയിൽ. മഴ കാരണം കളി തുടരാനുള്ള സാഹചര്യം ഇല്ല എന്ന് വിധിച്ചതോടെ ഇരു ക്യാപ്റ്റന്മാരും സമനില അംഗീകരിക്കുകയായിരുന്നു. ഇതോടെ പരമ്പര 3 ടെസ്റ്റ് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 1-1 എന്ന നിലയിൽ ആണ്. 275 എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 8 റൺസ് എടുത്ത് നിൽക്കെയാണ് മഴ എത്തിയത്. ഇന്ത്യൻ ക്രിക്കറ്റ് താരം R. അശ്വിൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. അശ്വിന്റെ അപ്രതീക്ഷിത വിരമിക്കൽ ഓസ്ട്രേലിയൻ പര്യടനത്തിനിടെ 106 ടെസ്റ്റുകൾ ഇന്ത്യയ്ക്കായി കളിച്ച അശ്വിൻ 537 വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട്. 2010 ജൂണിലാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം നടത്തിയത്. വനിതാ T20യിൽ ലോക റെക്കോർഡുമായി ഇന്ത്യയുടെ സ്മൃതി മന്ദാന. വെസ്റ്റ് ഇൻഡീസിനെതിരായ 2ാം T20യിൽ 29ാം അർദ്ധ സെഞ്ചുറി നേടിയതോടെയാണ് താരം ചരിത്രം കുറിച്ചത്. അർദ്ധ സെഞ്ചുറിയോടെ മന്ദാന വനിതാ T20യിൽ ഏറ്റവും കൂടുതൽ അർദ്ധ സെഞ്ചുറി നേടിയ ന്യൂസിലാൻഡ് ഇതിഹാസം സൂസി ബേറ്റ്സിനെ മറികടന്നു. വനിതാ T20യിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ 2ാമത്തെ താരമാണ് മന്ദാന.
മികച്ച പുരുഷ ഫുട്ബോളർക്കുള്ള ഈ വർഷത്തെ ഫിഫ ബെസ്റ്റ് പുരസ്കാരം റയൽ മാഡ്രിഡ് താരം വിനീഷ്യസ് ജൂനിയറിന്. കാർലോ ആഞ്ചലോട്ടിയാണ് മികച്ച പരിശീലകൻ. എമിലിയോ മാർട്ടിനസ് ആണ് ഗോൾ കീപ്പർ. സ്പാനിഷ് താരം എയ്റ്റാന ബോൺമാറ്റി മികച്ച വനിതാ താരമായി. സംസ്ഥാന പുരുഷ മിക്സഡ് വടംവലി ചാമ്പ്യൻഷിപ്പിൽ കാസർഗോഡിനും കണ്ണൂരിനും ഇടുക്കിക്കും ജയം. സീനിയർ പുരുഷ മിക്സഡ് വിഭാഗത്തിൽ കാസർഗോഡ് വിജയിച്ചു. പുരുഷന്മാരുടെ 600 കിലോ വിഭാഗത്തിൽ കണ്ണൂർ ജേതാക്കൾ. 640 കിലോ വിഭാഗത്തിൽ ഇടുക്കി വിജയം നേടി. സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്നായി 400-ലധികം കായിക താരങ്ങൾ മത്സരത്തിൽ പങ്കെടുത്തു. ബിസിനസ് വാർത്തകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. 120 രൂപ കുറഞ്ഞ 1 പവൻ സ്വർണത്തിന്റെ വില 57,080 രൂപയായി. ഗ്രാമിന് 15 രൂപയാണ് കുറഞ്ഞത്. 7,135 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. സിനിമാ വാർത്തകൾ. ശിവകാർത്തികേയൻ സുധാ കൊങ്ങര ചിത്രം SK25 ചിത്രീകരണം ആരംഭിച്ചു. ബിഗ് ബജറ്റ് ചിത്രം നിർമ്മിക്കുന്നത് ഡോൺ പിക്ചേഴ്സിന്റെ ബാനറിൽ ആകാശ് ഭാസ്കരൻ. ശിവകാർത്തികേയനൊപ്പം പാർലമെന്റിനകത്തും പുറത്തും ബില്ലിനെ സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും. കഴിഞ്ഞ 4 ദിവസം വളരെ ചൂടേറിയ ചർച്ചകൾക്കാണ് പാർലമെന്റ് സാക്ഷ്യം വഹിച്ചത്. 2 ദിവസം ലോക്സഭയിൽ ഭരണഘടനയുടെ 75 വർഷത്തെ മഹത്തായ യാത്രയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ആദ്യം ലോക്സഭയിൽ നടന്നു, പിന്നീട് കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ നടന്നു. ഇന്നലെ അതിന് ഏറ്റവും ഒടുവിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ മറുപടി പറയുകയും ചെയ്തു. സ്വാഭാവികമായി അതിനെ ചൊല്ലിയുള്ള വിവാദങ്ങളും പുകയുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം തൻ്റെ മറുപടി പ്രസംഗത്തിൽ അമിത്ഷാ പറഞ്ഞ ഒരു കാര്യം, കോൺഗ്രസ് അനാവശ്യമായി അംബേദ്കറുടെ പേര് ഉപയോഗിക്കുന്നു. അംബേദ്കർ എന്ന് ഇങ്ങനെ കോൺഗ്രസ് പറയുന്നതിന് പകരം ദൈവത്തിൻ്റെ പേര് പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് സ്വർഗം കിട്ടിയേനെ എന്ന അമിത്ഷായുടെ പ്രതികരണം വലിയ തോതിൽ കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ വിഷയത്തിൽ ട്വീറ്റുമായി രംഗത്തെത്തി. അംബേദ്കറെ അധിക്ഷേപിക്കുന്നത് മനുസ്മൃതിയെ പിന്താങ്ങുന്ന BJPയുടെ നിലപാടിനെയാണ് കാണിക്കുന്നത് എന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു. ഇത് ഇന്നും പാർലമെൻറ്റിൽ ഉയരും എന്നാണ് കണക്കാക്കുന്നത്. മറ്റൊരു പ്രധാന വിഷയം, ഇന്നലെ തൻ്റെ മറുപടി പ്രസംഗത്തിനിടയിൽ പൊതു വ്യക്തി നിയമം അല്ലെങ്കിൽ ഏകീകൃത സിവിൽ കോഡ് എന്ന UCC എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കാനുള്ള നീക്കം ഉണ്ടാകും എന്നാണ് അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് ഘട്ടം ഘട്ടമായി എല്ലാ സംസ്ഥാനങ്ങളിലേക്കും വരും എന്ന സൂചന അമിത്ഷാ നൽകുകയും ചെയ്യുന്നു. സ്വാഭാവികമായും ഈ വിഷയവും വലിയ തർക്കത്തിന് ഇട നൽകും. BJP പാർലമെൻറ്റിനെയും അതുപോലെ ജനപ്രതിനിധി സഭയെയും ഒക്കെ അവഗണിച്ചുകൊണ്ട് തങ്ങളുടെ അജണ്ട നടപ്പിലാക്കുന്നു എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. കഴിഞ്ഞ ദിവസം സോണിയാഗാന്ധിയുടെ ബാഗ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ശ്രദ്ധേയമായിരുന്നു. ഇന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ ബാഗ് 2 ദിവസം വളരെ ശ്രദ്ധേയമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായി ഇന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ ബാഗ് എന്തെങ്കിലും ഇന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുമായി എത്തുമോ എന്നതാണ്. പാർലമെൻറ്റിൻ്റെ ഒരു പുതിയ പ്രതിഷേധ രീതിയായി ബാഗ് കൂടി മാറുകയാണ്. നേരത്തെ കറുത്ത ബാഗായി കോൺഗ്രസ് വരുന്ന ഒരു സാഹചര്യം പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു. ഇപ്പോൾ പാലസ്തീൻ അനുകൂലമായും അതുപോലെ ബംഗ്ലാദേശിന് അനുകൂലമായും ഒക്കെയുള്ള ബാഗുകൾ കൊണ്ടുവരുന്നു. അപ്പോൾ സ്വാഭാവികമായും ആ വിഷയങ്ങൾ കൂടി ഇന്ന് പാർലമെൻറ്റിൽ ശ്രദ്ധ ആകർഷിക്കും. ഏതായാലും ഈ സംയുക്ത പാർലമെൻ്ററി സമിതിയെ രൂപീകരിക്കുന്ന കാര്യമാണ് വളരെ പ്രധാനപ്പെട്ടത്. ഈ ശൈത്യകാല